വഴികൾ ഉണ്ടാക്കേണ്ടി വരുമ്പോ ചിലതൊക്കെ വെട്ടിക്കളയണ്ടേ? പറയൂ മാഡം, രാധിക മരിച്ചാൽ എന്തായിരിക്കും ഇതിന്റെ അവസ്ഥ? എന്നെ സംബന്ധിച്ച് നിയമപരമായ ഒരു ചോദ്യമാ നിങ്ങൾ എന്നോട് ചോദിച്ചത്. മുൻപാണെങ്കിൽ ആരും അറിയാത്ത ഒരിടത്ത് ആ കുട്ടിയുടെ ജീവന് എന്തെങ്കിലും സംഭവിച്ചു പോയാലും ഒരു കുഴപ്പമില്ലായിരുന്നു. ശ്യാമ പണ്ട് ഒപ്പിട്ട് തന്ന പവർ ഓഫ് അറ്റോർണി കൊണ്ട് ഐശ്വര്യക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാമായിരുന്നു. ഇപ്പോ ശ്യാമയ്ക്ക് കാര്യങ്ങളെല്ലാം അറിയാലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് ഒരു അനാഥ കുട്ടിക്കല്ല, ശ്യാമയുടെ മകൾക്കാ. ഞാൻ പറയുന്നത് ഐശ്വര്യക്ക് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ സംഭവിച്ച അവിടെ 2 വഴികളുണ്ട്. ഒന്നുകിൽ ശ്യാമയ്ക്ക് എല്ലാം ഇട്ടെറിഞ്ഞ് എവിടേക്കെങ്കിലും പോകാം, അല്ലെങ്കിൽ താൻ ഒരുപാട് സ്നേഹിച്ച തന്റെ മകളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഈ കണ്ണായ സ്വത്തുക്കളൊക്കെ വിനിയോഗിക്കാം. ചാൻസസ് ആണ്. മാഡം, എന്തെങ്കിലും ഒരു മാർഗം എനിക്ക് പറഞ്ഞു തരുമോ? രാധികയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതോ സംഭവിക്കാതിരിക്കുന്നതോ ദാറ്റ്സ് അപ്പോൺ യു. അതിനു മുൻപ് ഐശ്വര്യ ആവശ്യപ്പെടുന്ന മുദ്രപത്രങ്ങളിൽ രാധിക ഒപ്പിട്ടിരിക്കണം. അവകാശങ്ങൾ ഐശ്വര്യക്ക് കൈമാറിയിരിക്കണം. അതാണ് ശേഷിക്കുന്ന ഒരേ ഒരു വഴി. യു ഗോട്ട് ഇറ്റ്? ഓക്കെ മാഡം, എനിക്ക് മനസ്സിലായി. ഇനി വേണ്ടത് ഞാൻ ചെയ്തോളാം. എനിക്കേ ചാകാൻ പറ്റില്ലെന്നേ ഉള്ളൂ, കൊല്ലാൻ പറ്റും. എന്റെ ജീവിതത്തിലെ എന്തോരം സന്തോഷമുള്ള ദിവസമാണെന്നറിയോ? അറിയാം. മോള് നന്നായിട്ട് പാടിയെന്ന് എല്ലാവരും പറഞ്ഞു. പാട്ടിന്റെ അല്ല, ഞാൻ ശ്യാമ മാഡത്തിനോട് സംസാരിച്ചില്ലേ, ശ്യാമ മാഡം എന്നോട് മിണ്ടിയില്ലേ, അതിന്റെ സന്തോഷ. എന്തെങ്കിലും എനിക്ക് മാഡത്തിനൊന്ന് നേരിൽ കാണാൻ പറ്റുമോ? ഒന്ന് അടുത്ത് നിൽക്കാൻ പറ്റുമോ? ആ സ്ത്രീ എൻ്റെ ആരും അല്ലായിരിക്കും, പക്ഷെ അവരെന്നെ കൊണ്ട് സ്വത്തൊക്കെ എഴുതി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്റെ ജന്മത്തെക്കുറിച്ചൊക്കെ അറിയാവുന്ന ഒരാളായിരിക്കില്ലേ? ഇതിനൊക്കെ എല്ലാത്തിനും കാരണം എന്നെ പ്രസവിച്ച ആ സ്ത്രീയാ. എന്നെ വലിച്ചെറിഞ്ഞ ആ സ്ത്രീ മാത്രം. അതുകൊണ്ടല്ലേ ഞാൻ അനാഥയായിട്ട് വളർന്നത്. അതുകൊണ്ടല്ലേ ഇങ്ങനെ എല്ലാവരും എന്നെ ദ്രോഹിക്കുന്നത്. എന്നെങ്കിലും ആ അമ്മ എന്റെ കൺമുന്നിൽ വന്ന് നിന്ന, എന്റെ ഭഗവാൻ അവരെ എന്റെ കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയ. ഒരുപാട് ചോദിക്കാനുണ്ട് എനിക്ക്. വലിച്ചെറിഞ്ഞവർക്ക് വേദനയൊന്നും ഉണ്ടാവില്ല, പക്ഷെ വലിച്ചെറിയപ്പെട്ടവർക്ക് അനുഭവിച്ചതിന് കയ്യും കണക്കും ഉണ്ടാവില്ല.